ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 ആദ്യ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സജഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് 2025 ആദ്യത്തെ സജഷൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊറിയൻ ചിത്രമാണ്. എ മാൻ ഓഫ് റീസൺസ് എന്ന കൊറിയൻ ചിത്രം. എന്തരടേ ഇവൻ ഇനിയും കൊറിയൻ ചിത്രം വിട്ടുപിടിക്കാനായില്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നും കൂടെ ഒരു കൊറിയൻ ചിത്രത്തെക്കുറിച്ചും കൂടി സംസാരിച്ചിട്ട് നമുക്ക് മറ്റു ചിത്രങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ചിത്രത്തിന്റെ കഥയിലേക്ക് വന്നാൽ 10 വർഷം ഉള്ളിൽ ഇരുന്നൂന്ന് മട്ടും തന്നെ സാർ തരും. ഉള്ളി പോകരുതൊക്കെ മുന്നാടി എന്നെ പണിട്ടിരുന്നതെന്ന് தெரியாതില്ല. അതാണ് ചിത്രത്തിന്റെ കഥ. എന്ന് വെച്ച് ഇത് കൈദിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. പക്ഷെ ചിത്രം പറഞ്ഞു പോകുന്നത് 10 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്ന നമ്മുടെ നായകനെ കുറിച്ചാണ്. 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നായകൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പാടെ നമ്മുടെ നായകനെ കാത്ത് കൈസർ ഗ്രൂപ്പ് പുറത്തു നിൽപ്പുണ്ട്. നല്ല പട്ടി പേരല്ലേ. പക്ഷെ പേര് പോലെയല്ല, വില്ലന്മാർ ഇച്ചിരി മുറ്റാണ്. പക്ഷെ നമ്മുടെ നായകൻ അതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടി മുറ്റെന്ന് തന്നെ പറയാം. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ നായകൻ നമ്മുടെ കൈസർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ കൊടുത്ത ആ ഒരു കാറൊക്കെ ആയിട്ട് തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം കുറച്ച് സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം പിന്നീട് അങ്ങോട്ട് വരുന്ന ഇമോഷണൽ കണക്ഷൻസിനൊക്കെ ആ ഒരു കാര്യത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെ ഭാര്യനെയെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ കൈസർ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് അങ്ങ് ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മുടെ നായകൻ 10 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്നതാണ്. കാരണം ആ ഒരു പവർ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചു പോവുകയാണ്. ഇൻഡയറക്റ്റ് ആക്ട് മാത്രമല്ല, ഒരു സീനിൽ നായകൻ എന്തായിരുന്നു എന്ന് നല്ലൊരു കിണ്ണം കാച്ചി ആക്ഷനിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമ കൂടിയാണ്. അങ്ങനെ നമ്മുടെ നായകനെ തകർക്കാനായിട്ട് 1, 2, 3 അതായത് ഒരു മെയിൻ വില്ലൻ, അതിൻ്റെ താഴെ 2 സബ് വില്ലന്മാരും അങ്ങനെ കണക്കിന് കിടക്കുകയാണ്. അപ്പോൾ നായകനെ തീർക്കാൻ കുറച്ച് കാര്യങ്ങളേറെയാണ്. ഒട്ടും ലാഗില്ലാതെ പോകുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത്. ആദ്യം തൊട്ട് അവസാനം വരെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ആക്ഷൻ സിനിമ പ്രേമി ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് എ മാൻ ഓഫ് റീസൺസ് എന്ന ഈ കൊറിയൻ ചിത്രം. കഥയ്ക്കുള്ളിൽ വലിയ പുതുമയൊന്നും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും ആ ഒരു അവതരണ ശൈലി നിങ്ങളെ പിടിച്ചിരുത്തുമെന്നത് തീർച്ചയാണ്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, ചേസിൻ രംഗങ്ങളൊക്കെ ആയിക്കോട്ടെ, വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നായകൻ്റെ കയ്യിലൊരു കാറുണ്ട്, നമ്മുടെ കൈസർ ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു കാർ. അത് വെച്ചിട്ട് നായകൻ കളിക്കുന്ന കളിയൊക്കെ നമ്മളൊന്ന് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ 2025 തുടക്കം നല്ലൊരു ചിത്രത്തിൽ കൂടെ തന്നെ തുടങ്ങണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരിയേറെ മാസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കൊറിയക്കാരുടെ മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലത്തെ മാസ് അല്ല, അതിനൊരു പ്രത്യേക രസം തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു മാസ് രംഗങ്ങളൊക്കെ ക്രോഡീകരിച്ച് നല്ലൊരു ചിത്രമായിട്ടാണ് സംവിധായകൻ നമുക്ക് മുമ്പിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൈദി 2 എങ്ങനെ ആക്കാമെന്ന് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് കിട്ടും. എന്ന് വെച്ച് കൈദി 2 ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെയും കൈദി 2 ചെയ്യാം എന്ന് നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കും. കാരണം ആ ഒരു 2 കഥകളും തമ്മിൽ ചെറിയ രീതിയിലുള്ള കണക്ഷനൊക്കെ തോന്നിയേക്കാം. പക്ഷേ യാതൊരുവിധ ബന്ധവും കൈദിയും ഇതും തമ്മിലില്ല. പക്ഷേ ചെറിയൊരു സാമ്യം, അത് വെച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കൈദി പ്രതീക്ഷിച്ചൊരിക്കലും ഈ ചിത്രത്തെ നിങ്ങളും സമീപിക്കരുത്. ആക്ഷൻ മാത്രമല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാൻ കൂടി സിനിമയ്ക്ക് സാധിക്കുന്നു. ആ ഒരു ഫാമിലി റിലേഷനും നായകനും നായകൻ്റെ കുടുംബവും തമ്മിലുള്ള റിലേഷനും, ആ ഒരു ഭാര്യയും, ആ ഇത്രയും നാളും വിട്ടു നിൽക്കുന്നതിൻ്റെ ആ ഒരു വേദനയും, ഇത്രയും നാളുകൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അധികം സമയമൊന്നും വലിച്ചു നീട്ടി നമ്മളെ അങ്ങനെ മടുപ്പിക്കത്തില്ല. ഉള്ള സമയത്ത് നല്ല രീതിക്ക് തന്നെ കഥ പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ 1.25 മണിക്കൂർ മാത്രമേ ഈ ചിത്രത്തിൻ്റെയും ദൈർഘ്യമുള്ളൂ. ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റിയ മനോഹര ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചിത്രം കൂടിയാണ് എ മാൻ ഓഫ് റീസൺസ് എന്ന ഈ കൊറിയൻ ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ 2025 തുടക്കം ബെസ്റ്റായിട്ട് കണ്ടു തുടങ്ങാൻ പറ്റിയൊരു ചിത്രം കൂടിയാണ് എ മാൻ ഓഫ് റീസൺസ് എന്ന ഈ കൊറിയൻ ചിത്രം. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.